അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നിർത്തിയത് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ സ്റ്റേ ചെയ്ത വില്ല ടൂറുമായിട്ട് വരാമെന്നാണ്. അപ്പം ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത വില്ല. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി വില്ലേൻ്റെ ഫ്രണ്ടിലത്തെ പോർഷൻ കാണിച്ചിരുന്നു. നമുക്ക് പ്രൈവറ്റ് പൂളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ എല്ലാവരും ഒന്നും ഇറങ്ങിയിട്ടില്ല, എന്നാലും അത്യാവശ്യം ഞാനെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. അപ്പം താഴെ 3 ബെഡ്റൂമും ഒരു കിച്ചണാണുള്ളത്. ആ ബെഡ്റൂം കാണിക്കാൻ എൻ്റെ അടുത്ത് വിട്ടുപോയി. ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം. അത്യാവശ്യം നല്ല സ്പേസ് എല്ലാം ഉണ്ട്. നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങനെ കൺജസ്റ്റഡ് ആയിട്ടൊന്നും ഇല്ല. എല്ലാവർക്കും ആവശ്യത്തിന് ബാത്റൂം ആയാലും ഓരോ റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഭയങ്കര റഷ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിറ്റേന്ന് രാവിലെ എണീച്ച് പോകണം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ 2 റൂംസ് ഇതാണ്. പിന്നെ മേലത്തെ ഒരു വ്യൂ ഇതാണ്. താഴെ ഫുള്ള് ജെൻസും മേലെ ഫുള്ള് ലേഡീസും. അങ്ങനെയാണ് നമ്മൾ ഡിസൈഡ് ചെയ്തത്. അങ്ങനെ മേലെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട എല്ലായിരിക്കും. നല്ല എന്താ പറയുക, കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള അന്തരീക്ഷമായിരുന്നു. അപ്പം മേലെ തന്നെ എല്ലാവർക്കും റെഡിയാവാൻ, പ്രത്യേകിച്ച് നമ്മളെല്ലാവരും ലേഡീസ് ആണല്ലോ. അപ്പം 4 മിറർ ഉണ്ടായിരുന്നു. അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് മിറേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ക്യാരംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പുറത്തൊരു ബാൽക്കണി ഉണ്ട്. അത്യാവശ്യം നല്ല എന്താ പറയുക, നമുക്ക് നടന്ന് ചുറ്റി കാണാനുള്ള ഒരു സ്ഥലം തന്നെ ഉണ്ട്. ബാൽക്കണിയിൽ എല്ലാവർക്കും കൂടെ നിൽക്കാനും ഇരിക്കാനും കിടക്കാനും ഒക്കെ പറ്റുന്ന അത്ര സ്പേസ് ഉണ്ട് ബാൽക്കണിയിൽ. അപ്പോൾ ബാൽക്കണിയിൽ ഒരു വ്യൂ ഇതാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് നൈറ്റ് ഡോർ തുറന്നിടരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം കുരങ്ങ് വന്നിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് രാത്രി അങ്ങനെ റൂംസ് അല്ല, ബാൽക്കണീൻ്റെ ഡോറ് തുറന്നിടരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് സമയം ക്യാരംസിലെ കോയിൻസ് എല്ലാം തട്ടിക്കളിച്ച് സ്ട്രൈക്കില്ലേനും, അതുകൊണ്ട് ആരും ക്യാരംസിലേക്ക് അധികം അങ്ങോട്ടേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഓരോരുത്തരായിട്ട് പൂളിൽ ഇറങ്ങാൻ തുടങ്ങി. നമ്മൾ വയനാട്ടിലേക്ക് വരുന്നതിൻ്റെ തലേന്ന് എനിക്ക് ഭയങ്കര തുമ്മലേനു. അതുകൊണ്ട് അമ്മ പറഞ്ഞ് പൂളിൽ ഇറങ്ങണ്ട. പക്ഷെ അച്ഛൻ ഭയങ്കര എൻകറേജിങ് ആയിരുന്നു. അച്ഛൻ്റെ പ്രോത്സാഹനം കൊണ്ട് ഞാൻ ഇറങ്ങി. എല്ലാ വിശേഷങ്ങളും ഈ ഒരു വീഡിയോയിൽ പറഞ്ഞാൽ തീരൂല. അതുകൊണ്ട് ബാക്കി വിശേഷങ്ങളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ ഓക്കെ, ബൈ, സീ യു.